വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ ആയിട്ടാണ്, പക്ഷെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇത് ഞാൻ കോളേജ് ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് കോളേജിൽ എല്ലാ സ്കിൻ കെയറും നമുക്ക് ഈ പാക്കുകളൊന്നും പ്രിപ്പയർ ചെയ്തിടാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രൊഡക്ട്സ് എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫേസ് മാസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആവുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം അത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ തന്നെ ചിലർക്ക് കൺഫ്യൂഷൻ ആവും, അതെന്താണ് ആ സാറ്റിസ്ഫാക്ഷൻ? വേറൊന്നുമല്ല, ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ആ പീൽ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ പീൽ ഓഫ് മാസ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാ ലേഡീസ് സ്റ്റോഴ്സിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത്. ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹിമാലയയുടെ പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ, ഓറഞ്ച് പീൽ ഓഫ് മാസ്ക്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ അത് വളരെ വലിയ കോമൺ അല്ല, അത്രയും ഞാൻ അതങ്ങനെ ഇപ്പൊ കാണാറുള്ളൂ കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിലും. പക്ഷെ ഈയിടെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ് നമ്മുടെ എവർ യൂത്തിന്റെ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക്. അപ്പൊ അത് കണ്ട ഉടനെ ഞാൻ വാങ്ങിച്ചു, കാരണം കുറെ നാൾ മുമ്പ് ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പൊ എനിക്ക് ഒന്നും കൂടി യൂസ് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം. അന്ന് അത്യാവശ്യം ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ്, ഒരു ഡൾ സ്കിന്നെ പെട്ടെന്നൊക്കെ മാറ്റാനായിട്ട് പീൽ ഓഫ് മാസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമല്ല നമുക്ക് ഇത് ഈസിലി അപ്ലൈ ചെയ്യാൻ, നമുക്ക് റിമൂവ് ചെയ്യാനും ഈസിയാണ്. അപ്പോൾ കണ്ട ഉടനെ തന്നെ ഞാനിത് എടുത്തു. നമ്മുടെ എവർ യൂത്തിന്റെ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഇതൊരു പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും ടാൻ ഇൻസ്റ്റന്റ്ലി റിമൂവ് ആകും, ഡൾ സ്കിന്നിനെ മാറ്റും എന്നൊക്കെയാണ് കേട്ടോ. ഹോം ഫേഷ്യൽ ആയിട്ടൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവർ പറയുന്നത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഒരു 10 to 15 മിനിറ്റ്സ് ഫേസിൽ വെക്കുക, അതിനുശേഷം നമുക്കിത് പീൽ ചെയ്ത് കളയാവുന്നതാണ്. പീൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ, എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ എവർ യൂത്തിന്റെ പീൽ ഓഫ് മാസ്ക് എത്രത്തോളം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്ന്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നമ്മുടെ എവർ യൂത്തിന്റെ പീൽ ഓഫ് മാസ്കും മറ്റേ സൈഡിൽ എവർ യൂത്തിന്റെ പീൽ ഓഫ് മാസ്കിൽ ഞാനൊരു ബീട്രൂട്ട് പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബീട്രൂട്ട് പൗഡർ എന്ന് പറയുന്നത് ആഡ്സ് ഗുഡ്നെസിന്റെ ബീട്രൂട്ട് പൗഡർ ആണ്. എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ബീട്രൂട്ട് പൗഡർ ആണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് ആഡ്സ് ഗുഡ്നെസിന്റെ എല്ലാ പ്രോഡക്ട്സും. എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ട്രസ്റ്റ് ബോർത്തി ആയിട്ടുള്ള കമ്പനിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ബീട്രൂട്ട് പൗഡർ എടുക്കാം. അപ്പോൾ കുറച്ച് ബീട്രൂട്ട് പൗഡർ അതിലേക്ക് പീൽ ഓഫ് മാസ്ക് കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മറ്റൊരു സൈഡിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയുണ്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എത്രത്തോളം ഏത് സൈഡാണ് ബ്രൈറ്റർ ആവുന്നത്, ഏതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്ത് വന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഡ്സ് ഗുഡ്നെസിന്റെ ബീട്രൂട്ട് പൗഡറിൽ നിന്ന് ഒരു 1/4 ടീസ്പൂണോളം ബീട്രൂട്ട് പൗഡർ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ പീൽ ഓഫ് മാസ്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഫേസിൽ ഒരു തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സൈഡിൽ. എന്നിട്ട് മറ്റേ സൈഡിൽ നോർമൽ എവർ യൂത്തിന്റെ പീൽ ഓഫ് മാസ്കും. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം എനിക്കൊരു ഡൗട്ട് ഇതിന് എങ്ങാനും കറക്റ്റായിട്ട് പീലായി വന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം മാത്രം അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബീട്രൂട്ടിന്റെ പൗഡർ ഒന്ന് എടുത്ത് ഞാൻ മിക്സ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഞാൻ ഈ ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സൈഡ് മാത്രം അപ്ലൈ ചെയ്യണത്തോടെ ഞാൻ കുറച്ച് എവർ യൂത്തിന്റെ പൗഡർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു തിൻ ലെയർ ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ നിങ്ങളെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്കറിയാലോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴാണെങ്കിൽ തന്നെ ആ ഒരു എവർ യൂത്തിന്റെ സംഭവം നന്നായിട്ട് മിക്സായി വരണം. അപ്പം എനിക്ക് നല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് എനിക്ക് വരും കേട്ടോ. അപ്പം ഈ ഒരു ലെവലിൽ വേണം നമ്മളത് എടുക്കാനായിട്ട്. ഇനി ഞാൻ എൻ്റെ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാനൊരു തിൻ ലെയർ ആയിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഒരു സൈഡിൽ ഇത് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നമുക്കത് പീൽ ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ഇച്ചിരി ഒരു തിക്ക് ലെയറിലും കൂടെ വേണം നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു 1 സൈഡ് ഫുൾ അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ 1 സൈഡ് കംപ്ലീറ്റ്ലി നമ്മുടെ ബീട്രൂട്ട് ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിൽ നോർമൽ പീൽ ഓഫ് മാസ്ക് കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹേ, അപ്പം ഞാൻ എൻ്റെ പീൽ ഓഫ് മാസ്ക് കംപ്ലീറ്റ്ലി ഞാൻ 2 സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ബീട്രൂട്ട് ഓറഞ്ച് പീൽ ഓഫ് മാസ്ക്, മറ്റൊരു സൈഡിൽ എവർ യൂത്തിന്റെ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക്. അപ്പം നമുക്ക് നോക്കാം ഏതാണ് ബെസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഡൾനെസ്സും ടാനും ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ ഡേർട്ടും ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ അവർ ക്ലെയിം ചെയ്തേക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഇത് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. ഞാൻ 20 മിനിറ്റ്സ് ആണ് ഞാൻ ഇതിൻ്റെ ഫേസിൽ ലീവ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം
നമ്മളിത് റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് നിങ്ങളെ ലൈവ് റിസൾട്ട് കാണിച്ചു തരാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനത് പെട്ടെന്ന് നിങ്ങളെ റിമൂവ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡാണേ. നമുക്ക് നോക്കാം റിമൂവ് ചെയ്തിട്ട്. അപ്പം എൻ്റെ ഈ ഒരു സൈഡ് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ഈസി ആയിട്ട് റിമൂവ് ആവുന്നു കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു നമ്മുടെ ബീട്രൂട്ടിൻ്റെ അത് റിമൂവ് ആവുമോ എന്ന്. ചെറിയ മുടികൾ പെട്ടിട്ടുണ്ട് ഇത് കേട്ടോ. എനിക്ക് എന്നാ ഇഷ്ടമെന്ന് പറയുന്നത് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട്. അത്ര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ ഇത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് ഭയങ്കര പക്കായിട്ട് ഇത് റിമൂവ് ആയി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റിമൂവ് ആയി. ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അത്ര ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ആണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ട് റിമൂവ് ആല്ലോ കേട്ടോ. നമുക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇത് തന്നെ വെച്ചിട്ടൊന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. റിമൈനിങ് പാർട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോന്നോളൂ. ചെറുതായിട്ട് എൻ്റെ മുടിയിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അടിപൊളി റിസൾട്ട് ആണ്. ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്സിന് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഞാൻ പറയാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണം, ഒന്ന് റെഡി ആവണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ് ആവുന്നതാണ് കേട്ടോ നമുക്കിത്. അപ്പം എനിക്ക് ഏത് സൈഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബീട്രൂട്ടിൻ്റെ സൈഡാട്ടോ കുറച്ചും കൂടി ഇഷ്ടമായത്. കുറച്ചും കൂടി അവിടെ കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ സൈഡിൽ നമുക്കൊരു ഗ്ലോ ആണെങ്കിൽ ഈ സൈഡിൽ ബ്രൈറ്റ്നസ് ആണ് കേട്ടോ. അപ്പം രണ്ടും ഒരുപോലെ നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സൈഡിൽ ഒരു ഗ്ലോയും കാണുന്നുണ്ട്, ഈ സൈഡിൽ ഒരു ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടിയതുപോലെയും കാണുന്നുണ്ട് കേട്ടോ. അതാണ് രണ്ടിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്ക് എന്താണെങ്കിലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പീൽ ഓഫ് മാസ്ക് അധികം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഹോം മെയ്ഡ് മാസ്ക് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഇങ്ങനത്തെ കെമിക്കൽസ് നമ്മൾ അധികം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലാതെ തന്നെ ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് പീൽ ഓഫ് മാസ്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു അടുത്ത റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അങ്ങനത്തെ അപ്പം നിങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പീൽ ഓഫ് മാസ്ക് വാങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് കെമിക്കൽസ് അവർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടാൻ റിമൂവലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ഡൾനെസ് മാറണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എവയൂത്തിൻ്റെ പീൽ ഓഫ് മാസ്ക് അത്യാവശ്യം ഇത് ബെസ്റ്റ് മാസ്ക് ആണെന്ന് ഞാൻ തന്നെ പറയും. ഇനി അതിനകത്ത് ബീട്രൂട്ട് പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ റിസൾട്ടിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 7/8 ആയിട്ട് നമുക്ക് പറയാം. കാരണം അത്യാവശ്യം അത് അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡൾനെസ്സും ഒക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.